കുട്ടികളൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കണം. നേരാക്കാനുള്ള സമയം കിട്ടുന്നില്ല ഇപ്പൊ. റസിയ, എന്താ എനിക്ക് പണി? ഞാൻ ഈ കുട്ടികളൊന്നേ നേരാക്കിയിരുന്നു. കുറച്ച് ദിവസമായി അടുക്കള ഇതൊക്കെ നേരാക്കിയിട്ട്. എന്തമ്മ? അല്ലേ, ഈ ജിപ്പാക്ക് ചായ കൊടുത്തോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ്. പിന്നെ ഇനിയിപ്പോ കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒച്ചമൂലിയും കൂടി ഞാൻ കേൾക്കേണ്ടി വരും. ഇപ്പാക്ക് ചായ കൊടുത്തു. ഇപ്പൊ ചായ കുടിച്ചിട്ടാണ് കൊലായ്മ പോയിരുന്നിക്കണ്. എന്തായാലും നന്നായേ ഉള്ളൂ. അല്ല, ഷാന് നീച്ച് വരുമൊന്നും ചെയ്തിട്ടില്ലേ ചായ കുടിക്കാന്? ഇപ്പോഴും ഇങ്ങനെ കിടക്ക തന്നെയാണ് അവിടെ? ഓനും നീച്ച് ചായ കുടിച്ചിരിക്കണം. എന്നിട്ട് പിന്നെ റൂമിൽ തന്നെ ഫോൺ എടുക്കുന്നു. വെയ്യാ തോന്നുന്നുണ്ടാ, വന്ന ക്ഷീണയിക്കാരം അവിടെ തന്നെ പോയി കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നിനും വിളിക്കാൻ നിന്നിട്ടില്ല. നാടെ കിടന്നോട്ടെ എന്നാല്. പിന്നെ അവന്റെ ആ ഖദീജാത്താന്റെ അടുത്ത് കാര്യം അറിഞ്ഞേജി? എന്ത് കാര്യമ്മ? ഓലെ മരുവോള് പോയിക്കണത്ര. ജെസ്സി ഓക്ക് എന്തൊക്കെയാ ഇവിടെ നിക്കാനൊന്നും പറ്റാതായിന്ന്. ആ ചെക്കൻ തല്ലൊക്കെ ചെയ്തിത്ര ഖദീജാന്റെ മകൻ. എന്നും തല്ലും തിരക്കാണല്ലോ അവലോടെ. പാവാണ് ആ പെണ്ണ്. എന്ത് തെറ്റാണ് ആ കുടുംബത്തിനോട് ആ പെണ്ണ് ചെയ്തത്? അതിന്റെ ഒരു വിധി അങ്ങനെ ഇക്കാരം. പറയുമ്പോ ഒരു കുട്ടിയും കൂടി ഉണ്ട് ഓലെ ഇടയില്. എന്നെ പറഞ്ഞ് ആ പെണ്ണ് ഇടക്കൊക്കെ എന്റെ അടുത്ത് വന്നിരിക്കണോക്കല്ലേ? ഇടക്കൊക്കെ എന്റെ അടുത്ത് വന്നിരിക്കണാണ്. ഓലെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു സൗകര്യവും കൊടുക്കൂല അത്ര. അത് ഇത് എന്ന് പറഞ്ഞിട്ട് പെരക്കാര് പറഞ്ഞിട്ടാണ് അധികം തിരക്കുണ്ടാക്കല് എന്നാ പറഞ്ഞത്. പണ്ടെന്തോ കുറച്ച് കുറഞ്ഞതിനാണല്ലോ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ വന്നിട്ട് എപ്പോഴും കാര്യമ്മ ഞാൻ അങ്ങനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞേക്കലാണ്. അതിന് മടുത്തിട്ടുണ്ടാവും. അതേ കാര്യം അതിന് പെരേക്ക് പോയിട്ടുണ്ടാവുക. എന്താ അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഒരു കുട്ടി ഉണ്ട് ഓരോ ഇടയില്. ഇൻഡാറ്റങ്ങൾക്കാണെങ്കിൽ പടച്ചോൻ ഒരു കുട്ടിനെയും തന്നിട്ടില്ല. ഇങ്ങനെ ഇട്ട് തട്ടണവർക്ക് തന്നെ പടച്ചോൻ അങ്ങനൊക്കെ കൊടുക്കുള്ളൂ. ആ പെണ്ണ് പാവാണ്. ഈ ചെക്കനാണ് എല്ലാത്തിനും കാരണം. ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇമ്മ പറഞ്ഞതിന്റെ അപ്പുറത്ത് കണ്ടു നിൽക്കൂല. ഇപ്പൊ സ്ത്രീധനത്തിന്റെ ഒക്കെ പേരും പറഞ്ഞിട്ടാണല്ലോ പ്രശ്നമൊക്കെ ഉണ്ടായിക്കണത്. എന്താ കാട്ട്? ഉമ്മാന്റെ കുട്ടി ഓരോന്ന് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. ഒന്നും സാരില്ലമ്മ. പടച്ചോൻ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഞങ്ങൾക്ക് പടച്ചോന് ഇരട്ട കുട്ടികളൊക്കെ തരാനാണെങ്കിലോ കുറച്ച് സങ്കടപ്പെട്ടാലും കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോ സന്തോഷിക്കാരും. അതാവും ഇങ്ങനെ പടച്ചോൻ ഇന്നെങ്ങനെ കണ്ണീരുടിപ്പിക്കണത്. സാരില്ല, ഉമ്മാക്ക് ഉണ്ടാവും സങ്കടമൊക്കെ. ഈ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഇല്ലാത്തതിന്റെ എനിക്ക് മനസ്സിലാവും. അതന്നെ പറഞ്ഞത്. പടച്ചോൻ എന്തേലൊക്കെ കണ്ടിട്ടുണ്ടാവും. പടച്ചോനോട് നല്ലതായിട്ട് പറയന്നെ. ഞാൻ ഇപ്പൊ അത് പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ആ പെണ്ണിന്റെ കാര്യം എങ്ങനെ ചെറിയ ഒരു പേരന്റെ ഉള്ളിന്നാണ് ആ പെണ്ണിനെ അത് കെട്ടിച്ച് പറഞ്ഞത്. എന്നിട്ടോ 10-20 പവന്റെ പണ്ടും കൊടുക്കും ചെയ്തിരിക്കുന്നത് ആ പെരക്കാര്. അതൊക്കെ ഇനി മകനാണ്ട് എടുത്ത് അങ്ങോട്ട് ചെലവാക്കിയിരുന്നു. ഇതിപ്പോ പെണ്ണിനെ വേണ്ട, പെണ്ണിനെ കൊണ്ട് ഒഴിവാക്ക. എന്താ കാട്ടായിട്ടങ്ങൾ നന്നായാ മതിയായി. ഞാനാണ്ട് പോട്ടപ്പാന്റെ അടുത്തേക്കേ ഞാൻ കൊലായ്മ ഇരിക്കുന്നുണ്ടാവൂട്ടാ. നിങ്ങളൊന്നാണ്ട് പോയിക്കോളൂ. ഞാൻ എന്തായാലും മരത്തേക്ക് വരുന്നുണ്ട്. അടിച്ചു വരാനൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ എന്നാല്. ആ പെണ്ണിന്റെ ഒരവസ്ഥ, ഒരു തെറ്റോ പാവം ചെയ്തിട്ടില്ല. അതെപ്പോഴും പറയും എന്റെ ജീവിതം കണ്ടിട്ട് ഇക്ക അസൂയാണ്. കാരണം ഇപ്പോഴത്തെ ഉമ്മിപ്പൊക്കെ എന്തുപോലെ എന്നെ സ്നേഹിക്കുന്നത്. അതിന് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കരയും. അതിന്റെ പെരേക്ക് പോയിക്കണപ്പോ അതിന് സങ്കടം സഹിക്കാൻ വയ്യായിട്ടേക്കാരം പോയിട്ടുണ്ടാവുക. അല്ലേ ആരേലും പോവോ? ഒരു കുട്ടിയൊക്കെ ആയതല്ലേ. ആ കുട്ടിനെ വിചാരിച്ചിട്ടെങ്കിലും ഓലൊന്ന് നേരായാ മതിയായിരുന്നു. ഒരു മുറ്റടിക്കട്ടെ.
റസിയ ഇത് അതവിടെ വെച്ചാ ഇതിപ്പോ പുല്ലറച്ചായിട്ടാണ് അവിടെ വെച്ച് കാണാണ്ട് പോന്നാളാ. ഉള്ളത് ഇങ്ങോട്ട് പറിക്കട്ടമ്മ, ഇല്ലാന്നുണ്ടെങ്കിലേ ഒക്കെ വലുതാവുകയൊക്കെ. ഞാൻ എത്ര കാലായി നിങ്ങളോട് പറയൽ തുടങ്ങിയിട്ട് ആ പുല്ലൊക്കെ ഒന്ന് ചെത്താൻ ഒരാളെ കൊണ്ടാന്. നിങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾ കേൾക്കൂല. അപ്പൊ കണ്ടില്ല, എന്തെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മുണ്ടാട്ടം ഉണ്ടോ? ആരോട് പറയുന്നു ഇപ്പൊ ഞാനത്? പൊന്നാരന്റെ ആയിഷ, ഇതൊന്നും മുണ്ടാതിരുന്ന ആ പുല്ല് എത്താൻ ഇനിയിപ്പോ ഒരു പണിക്കാരനെ വന്നിട്ടുണ്ട്. അതിനെല്ലാരും കൂടി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞപ്പോ ആ പുല്ലുകൾ പറഞ്ഞു ആ പെൺകുട്ടി പാടെ പറിച്ചിരുന്നു. അല്ല നാവിടുത്തെ അലക്കലോണ്ട് പൗനി. അല്ല, ഇന്ന് ഒരു മക ഇന്നലെ രാത്രി വന്ന് കേറിയതാണല്ലോ ഇതിന്റെ ഉള്ളില്. ഇതുവരെ ഓൻ പുറത്തിറങ്ങിക്കണ നിങ്ങൾ കണ്ടിക്കണ ഓനെ? ഓന് കല്യാണം ഒന്നും നോക്കൊന്നും വേണ്ടേ, ഇങ്ങനെ നിർത്തിയാ മതി ആ ചെക്കനെ. എത്ര വയസ്സായിക്കണെന്ന് വെച്ചിട്ടാ? ഓന്റെ ഒപ്പം ഉള്ളവരൊക്കെ പെണ്ണെട്ടി കുട്ടികളായി. ഞാനൊരു പെണ്ണിട്ടിന്റെ തീർന്നിട്ടില്ല, മക്കളും കൂടി ഇറങ്ങാറാവാൻ വേണ്ടിട്ട് ആ ചെക്കനെ വേഗം വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചുട്ടാണ്. റസിയ, പുല്ലയുടെ പച്ച നിർത്തിയിട്ട് ഓജോ അത് പോയി വിളിച്ചോടുന്ന ചെല്ലി. അപ്പൊ ഞാൻ വിളിച്ചോടുന്നേരം. ഷാനോ, എന്താ അന്നെ ഇപ്പൊ വിളിക്കണ്ട്. ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ വരാം. എന്തിനാ വിളിക്കണം? എന്താ വിളിച്ചു? ആ, ഇവിടെ വന്നിരുന്ന എല്ലാത്തിനും പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ഇത് ഇന്നലെ വന്നാൽ കിടന്നതാലോ. എന്താണ് സംഭവം? ഒന്നുമില്ല, ക്ഷീണം കാരണം അവിടെ കിടന്നതാ. പുറത്തേക്ക് കുറച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന റൂമില്. അല്ല, അതൊക്കെ ഇങ്ങോട്ട് ലീവ് ഉണ്ടാ? അത് നീ പെട്ടെന്ന് പോകണ്ട? ആ, ഒരു മാസം എന്തായാലും ഉണ്ട്. എന്റെ തുണക്കാരനോട് ഞാനേ എനിക്ക് വേണ്ടിയിട്ടൊരു കല്യാണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പെൺകുട്ടിയെ കാണാൻ പോവാണ്ട്. ഏതായാലും ഇപ്പൊ ഒരു മാസമില്ലേ, അതിനുള്ളിൽ ഒന്ന് പോയി നോക്കാണ്ട്. എനിക്കിപ്പോ കല്യാണം നോക്കുന്നു വേണ്ട, എനിക്കിപ്പോ ജോലി കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ഒരു കല്യാണം നടന്നാലേ പിന്നെ പൈസ ഒക്കെ ഒന്ന് കുറച്ച് കയ്യിലാവട്ടെ, എന്നിട്ട് കല്യാണം നോക്കിയാൽ മതി. എന്റെ കാക്ക് എന്റെ അമ്മ ഇപ്പൊ ശോഭം കയറി തരുന്നില്ല, എന്നെ കൊണ്ട് പെണ്ണെട്ടിക്കൈക്ക്. ഓൻ ദുബായിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം പറയാനോ? ഓനക്ക് എവിടെയെങ്കിലും പെണ്ണുണ്ടെങ്കിൽ പോയി നോക്കി ഓനെ കൊണ്ട് പെണ്ണെട്ടിക്ക്. ഓനക്ക് എത്ര വയസ്സായി? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒന്ന് പൈസ ആവട്ടെ, എന്നിട്ട് കല്യാണം നോക്കാം. കാക്ക് കല്യാണം കഴിക്കുമ്പോ കാക്ക് ഗൾഫിൽ പോയി പൈസ ഒക്കെ ആയിട്ടല്ലേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ആദ്യം വായിക്കാൻ ഞാനും നോക്കി കൊടുത്തു. ഞാൻ പെണ്ണ് കിട്ടൂലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് കുറച്ച് സമയം വേണം. അങ്ങനെ കാക്കാനോടും മണ്ടെന്ന് പറഞ്ഞ് വെച്ചാക്കി കളി. അപ്പൊ എനിക്ക് തീരുമാനമായി. ഇതാണ് മക്കളെ സംസാരം. മക്കൾക്ക് ഇപ്പൊ ഒന്ന് കയ്യിൽ 10 പൈസ വേണം. അപ്പൊ പണ്ട് ഞാൻ എന്നെ കിട്ടിയ മാതിരിയൊന്നുമല്ല. ഇജ്ജ് ചരറ്റിയും മൊന്തേറ്റ് ഇങ്ങനെ വന്ന് കയറിയ മാതിരിയൊന്നുമില്ല ഇപ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക്. ഓനിത് പറയട്ടെ പെണ്ണെട്ടെന്നുള്ളത്. അപ്പൊ നമുക്കത് പറയാം. എന്റെ മൂത്ത മകൻ വിളിക്കുമ്പോ ഓരോടും പറഞ്ഞാളാ. ഞാൻ ഇപ്പൊ എന്തായാലും ഓൻ അങ്ങനെ വെറുതെ വിടാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞാലല്ലോ കേട്ടായൊന്നും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടോ. ആ,
വീട്ടിന്റെ അച്ചാറ് ഇടാതെ നല്ല എന്താണ് ഇവിടെ എങ്ങനെ വന്നിക്കണ്? എന്റെ കുറിച്ച് ഇപ്പൊ എന്താണ് ഞാൻ പെണ്ണട്ടായിട്ട് പിന്നെ കല്യാണം നോക്കണ്ടേ? എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിക്കാനാ എന്റെ ഭാവം? നല്ല കാര്യല്ലേ ഓല് ചെയ്യണത്? ഒരു ജോലി കിട്ടിയപ്പോ പെണ്ണിട്ട് എന്നുള്ള വിചാരമുള്ളൂ. ഞാൻ പെണ്ണിട്ടില്ല. എന്തോ ഒരു ചുറ്റിക്കളി മണക്കുണ്ടല്ലോ. അല്ല, ഇനി കുട്ടിക്ക് വല്ല പ്രേമം വല്ലതും? ഉണ്ട്. എന്തൊക്കെ ഈ പറഞ്ഞു? ഞാൻ വെറുതെ തമാശയെ ചോദിച്ചതാണ്. അപ്പൊ ഉള്ള കാര്യം തന്നെയാണല്ലേ? അനക്ക് ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ അറിയില്ല. എന്നിപ്പ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ തച്ചു കൊല്ലു. ഇങ്ങനെയിപ്പോ ഉമ്മാന്റെ പണം പറയാൻ വേണ്ട. ഞാൻ സമയമാകുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. ഇക്കൊന്നും വെച്ചിട്ടാ ഞാൻ ഒന്നും പറയാനൊന്നും പോണില്ല. ഇക്കാക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ പറയേണ്ടി വരില്ല. ഇക്ക് നിന്റെ പെരെ തന്നെ പോയി നിക്കണക്കല്ലേന്ന് കൂട്ടാൻ അല്ലെങ്കിലോ പറയും. നിങ്ങൾക്കൊക്കെ കൂട്ടി ആരാ നിക്കണത്? എന്നിട്ടുള്ള ചീത്തൊക്കെ ഞാൻ കേൾക്കാം. നടക്കണ കാര്യം വല്ലതും പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ കാക്ക നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചില്ലേ? ഞങ്ങൾ എന്താ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ? പെരയില് വന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. അത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങള് പ്രേമ കല്യാണം നീങ്ങിയില്ല. എല്ലാരും കൂടി ആലോചിച്ചിട്ടുള്ള കല്യാണം തന്നെയായിരുന്നു. എന്തായാലും വേണ്ടിയില്ല. ഞാൻ ഒന്നിനും ഇല്ലക്ക് ഉമ്മാനോട് പറയാനും വെച്ച. അന്നെ ഇത്രയും നോക്കി പഠിപ്പിച്ചുണ്ടാക്കിട്ട് ഇജ്ജ് പ്രേമിക്കാനാണോ എന്ന് ചോദിക്കും എന്റെ വാപ്പിയമ്മി. എന്തിനാ വെറുതെ ഐറ്റങ്ങളെ വിഷമിപ്പിക്കുന്നത്? ഓല് പറഞ്ഞ കല്യാണം കഴിക്കല്ലേ നല്ലത്. ഞാൻ എന്തായാലും ഓളത് കിട്ടുള്ളൂ. ഞാന് ഇങ്ങനെ ഓർന്നു ഓർക്കുന്നു വിളിച്ചു പറഞ്ഞാൽ മതി. നിങ്ങള് ഇങ്ങനെ കല്യാണം വരട്ടെ, കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറ്റി കല്യാണം. അതൊക്കെ പോട്ടെ. എങ്ങനെ ആള്? നല്ല രസമുണ്ടോ കാണാനൊക്കെ? ആ കുഴപ്പമൊന്നുമില്ല. തിരക്കല്ലേ നിങ്ങൾ അതൊക്കെ മാറ്റി. ഷാനിയോ, നീ എന്തെങ്ങനെ ആലോചിക്കണ്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. നിങ്ങൾ എന്തായാലും അന്ന് തീരുമാനം അറിയണ്ട. അത് നിങ്ങൾ സമയമാകുമ്പോ അതിനനുസരിച്ചിട്ട് കാരോട് അതും പറയാന്നിട്ടും ഉമ്മാട് ഇപ്പം പറഞ്ഞാൽ മതി. പെങ്ങളെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് അറിയുന്ന പാടട്ടെ. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂലോകം മൊത്തം അറിയും. ചെക്കൻ്റെ ഒരു കാര്യം ഉമ്മാനോട് അത് പറയാൻ പോണ്ടി വരില്ല. ചീത്തയിക്കോണാവും. എന്തായാലും അതിനൊരു അവസരം വരട്ടെ. പറയാം. ഇനി പോകാൻ പറഞ്ഞ പോലെ ഷംനെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ ഇങ്ങനെ ഞാനായിട്ട് ആരോട് പറയേണ്ടി വരില്ല. ഓളെന്നെ പാട്ടാക്കിക്കോളൂ. പിന്നെ ആ കല്യാണം എങ്ങനെയെങ്കിലൊക്കെ മുടക്കാനേ ഓള് നോക്കുള്ളൂ. എന്തൊക്കെ ആയി തീരുന്നാവും. എങ്ങനെ ആയാലും നല്ലൊരു പെൺകുട്ടി ആയാൽ മതിയായിരുന്നു. ഓനാണെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവമാണ്. ഓളും അങ്ങനെ തന്നെ ആയാൽ മതി. അല്ലെങ്കിൽ ഷാനുവിന്റെ സെലക്ഷൻ ഒന്നും തെറ്റൂല.